ഉൽപ്പത്തി പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിലാണ് ആദ്യ വായന. അവിടെ നമ്മൾ കാണുന്നത് അബ്രാഹത്തിന് ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള പ്രവചനമാണ്. നമുക്കറിയാം, അബ്രാഹത്തിന് 3 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകുന്നത്. 1, അബ്രാഹം ഒരു അനുഗ്രഹമായിരിക്കും. 2, അബ്രാഹത്തിനൊരു ദേശം നൽകും. 3, അബ്രാഹത്തിൻ്റെ സന്തതികളെ കടലിലെ മൺതരി പോലെയും കടൽത്തീരത്തെ മൺതരി പോലെയും ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും പെരുകിപ്പിക്കും എന്നുള്ള രീതി. ആ രീതിയിലുള്ളൊരു വാഗ്ദാനം അബ്രാഹത്തിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായാധിക്യത്താൽ അബ്രാഹം അതിനെ സംശയിക്കുന്നുണ്ട്. പ്രായമായവനിന് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം, ആ സംശയത്തിനൊടുവിലും ദൈവത്തിൻ്റെ ഹിതത്തിന് അബ്രാഹം കീഴ്വഴങ്ങുകയും സമയത്തിൻ്റെ പൂർത്തീകരണത്തിന് അബ്രാഹത്തിന് സാറായിൽ നിന്നും ഇസഹാക്ക് എന്ന് പറയുന്ന മകൻ ജനിക്കുകയും ചെയ്തു. പ്രതീക്ഷയുടെ ഒരു വാഗ്ദാനമാണ് അബ്രാഹത്തിന് ദൈവം നൽകുന്നത്. സംശയത്തിനൊടുവിലാണെങ്കിൽ പോലും ആ പ്രതീക്ഷ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇസഹാക്ക് എന്ന മകനിലൂടെ പൂർത്തിയാവുകയും ചെയ്യുന്നു. 2ാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായമാണ് നമ്മൾ കാണുക. യെശയ്യാ പ്രവാചകന് 43-ാം അധ്യായം എഴുതപ്പെട്ടത് ബാബിലോണിയൻ പ്രവാസകാലത്താണ്. ഇസ്രായേൽ ജനം ബാബിലോണിയൻ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രവാസത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ദേശവും രാജാവും ദേവാലയം നഷ്ടപ്പെട്ടു. അങ്ങനെ നിരാശയിൽ ഇസ്രായേൽ ജനം കടന്നിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ ഈ 43-ാം അധ്യായം. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരുപാട് പ്രത്യാശ നൽകുന്ന വചനമായിരുന്നു ഇസ്രായേൽ ജനത്തിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. കാരണം ബാബിലോണിയൻ അടിമത്തത്തിൽ നിരാശയിൽ നിബന്ധിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഒരു പ്രത്യാശയുടെ വചനം ദൈവമായ കർത്താവ് പ്രവാചകനിലൂടെ നൽകുകയാണ്. അപ്പം കാത്തിരിപ്പിനൊടുവിൽ ഒരു രക്ഷയുണ്ടാകും, ബാബിലോണിയൻ അടിമത്തത്തിന് പ്രവാസത്തിന് ഒരു അറുതി വരും എന്ന രീതിയിൽ സൂചന നൽകുന്ന വചനമാണ് 2ാം ഭാഗത്ത് 2ാം വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 3ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനമാണ് വായിച്ചു കേൾക്കുക. ആ ലേഖനത്തിൽ പൗലോസ്ലീഹ രക്ഷ കുടുംബത്തിലൂടെ സംഭവിക്കും എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുകയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ മാതൃകാത്മകമായിട്ട് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ രക്ഷ കുടുംബത്തിലൂടെയാണ് സംഭവിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സഭയും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 3 വായനയിലും കാണുന്ന പ്രധാനപ്പെട്ട ആശയം കാത്തിരിക്കുക, കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടും, ഒരു പ്രതീക്ഷ കിട്ടും എന്നുള്ള രീതിയിലുള്ള വായനകളാണ്. സത്യത്തിൽ സുവിശേഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് സക്രിയായ്ക്ക് ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: സക്രിയ ദേവാലയത്തിൽ ധൂപാർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അറിയിപ്പ് മാലാഖയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: ഇസ്രായേൽ ജനം ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നു. രണ്ടാമത് വീണ്ടും എസ്ര, നെഹമിയ തുടങ്ങിയ നേതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർ തിരിച്ചു വരികയും 2ാമതൊരു ദേവാലയം ജെറുസലേമിലേക്ക് പണിതുയർത്തുകയും ചെയ്യും. ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പൗരോഹിത്യ ഗണങ്ങൾ പിന്നീട് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും രൂപപ്പെട്ടു വന്നു. അത് അഹ്റോന്റെ പിൻതലമുറക്കാരാകട്ടെ, അഹ്റോന്റെ പുത്രന്മാരും എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ലേവിയരുടെ ഗ്രൂപ്പ് ആകട്ടെ, അല്ലെങ്കിൽ സാദോക്കിന്റെ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടവരാകട്ടെ, അങ്ങനെ പലതരത്തിലുള്ള പൗരോഹിത്യ ഗണം അന്ന് ഇസ്രായേൽ ജനത്തിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഏത് പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യണം, ധൂപാർപ്പണം ചെയ്യണം എന്നുള്ളത് നറക്കെടുത്താണ് അവർ തീരുമാനിച്ചിരുന്നത്. ആ നറക്ക് വീണത് സക്രിയ പുരോഹിതനായിരുന്നു. നമുക്കറിയാം, ആ സക്രിയ പുരോഹിതൻ നറക്ക് വീഴുക എന്നുള്ളത് അന്നത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരല്പം ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രതയുള്ളതാണ് ഒരു വ്യക്തിക്ക് ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മാത്രമല്ല ഒരല്പം പ്രശസ്തി ലഭിക്കുന്ന ഒന്നാണ്. അപ്പം അങ്ങനെ ധൂപാർപ്പണം ചെയ്തിരുന്ന സമയത്താണ് സക്രിയ പുരോഹിതന് തമ്പുരാന്റെ അരുൾപ്പാട് മാലാഖയിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൽ കാണുന്ന സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: സക്രിയയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എലിസബത്തിനെ കുറിച്ചും അവർ കർത്താവിൻ്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിച്ചവരായിരുന്നു. പിന്നീട് പറയുന്ന കാര്യം, എന്നിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതായത് കർത്താവിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും തെറ്റുകൂടാതെ പാലിച്ചവരായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതിമാർ. എന്നിട്ടും സുവിശേഷകൻ എഴുതി വെക്കുകയാണ് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക്
എല്ലാം സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും, സമൃദ്ധിയായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ അവർക്കായിരിക്കും മറ്റുള്ളവരെക്കാളും കൂടുതൽ കഷ്ടപ്പാട്. മക്കളുണ്ടാകാതിരിക്കുക എന്നുള്ളത് ദൈവശാപമായിട്ട് കണക്കാക്കുന്ന ഒരു കൾച്ചറായിരുന്നു യഹൂദരുടെ കൾച്ചർ. ആ കൾച്ചറിനിടയിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ കർത്താവിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും തെറ്റുകൂടാതെ അനുസരിച്ചിരുന്ന സക്രിയ പുരോഹിതന്, എലിസബത്ത് സക്രിയ ദമ്പതിമാർക്ക് മക്കളില്ല ഇരിക്കുക എന്നുള്ള ദൈവശാപത്തിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത്. പഴയ നിയമത്തിലെ ഏതാനും കഥാപാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അബ്രാഹത്തിൻ്റെയും സാറായുടെയും കാര്യത്തിലാകട്ടെ, എൽക്കാനയുടെയും ഹന്നയുടെയും കാര്യത്തിലാകട്ടെ, സാംസന്റെ മാതാപിതാക്കളായ മനോവയുടെയും അവൻ്റെ ഭാര്യയുടെയും കാര്യത്തിലാകട്ടെ, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇവർക്ക് ആർക്കും നല്ല പ്രായത്തിൽ മക്കളില്ല. എന്ന് പറഞ്ഞാൽ വളരെയേറെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മാതാപിതാക്കന്മാർക്ക് ദൈവശാപത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം, അതല്ലെങ്കിൽ മക്കളില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ നീതിമാന് ഇതേപോലെ, അല്ലെങ്കിൽ ദൈവപ്രമാണങ്ങളും കൽപ്പനകളൊക്കെ പാലിക്കുന്നവന് ഇതേപോലെ സങ്കടങ്ങൾ സഹിക്കേണ്ടി വരുന്നത്? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കും. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി എന്നോട് വ്യക്തിപരമായിട്ട് പറയണം, വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ മുടക്കമില്ലാതെ പങ്കെടുക്കുന്നുണ്ട്, നൊവേനകളും മറ്റു ഭക്താഭ്യാസങ്ങളും കൊന്തയിലൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമുണ്ടോ എന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്നും ദുരിതം വിട്ടൊഴിയുന്നില്ല അച്ഛൻ. ഇത് വല്ലാതെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ നന്നായിട്ട് ചെയ്യുന്നു, നന്നായിട്ട് ജീവിക്കുന്നു, ദൈവിക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, എന്നിട്ടും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ. ബൈബിളിൽ ജോബ് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. നീതിമാന്റെ സഹനത്തിൻ്റെ പ്രതീകമായിട്ട് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജോബിനെയാണ്. ഇത്രയേറെ നന്മ ചെയ്തവർ, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ ഭംഗിയായിട്ട് അനുസരിച്ചൊരു വ്യക്തിത്വം, എന്നിട്ടും അദ്ദേഹത്തിന് തൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സമ്പത്ത് നഷ്ടപ്പെടുന്നു, സൗന്ദര്യം നഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക് എപ്പോഴും സമൃദ്ധിയും സന്തോഷവും മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, കഷ്ടപ്പാടുണ്ടായിരിക്കാം, അത് സ്വീകരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജോബ് പറയുന്നുണ്ടല്ലോ, ദൈവിക കരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നമ്മൾ എന്തുകൊണ്ട് തിന്മ സ്വീകരിക്കാൻ മടി കാണിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിലെ സഹനങ്ങളെ ജോബിനെ പോലെ ഏറ്റെടുക്കാൻ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് പത്രോസ്ലീഹ പറയുന്ന കാര്യം ഇതാണ്: തിന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ്. അതാണ് സക്രിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ കർത്താവിൻ്റെ പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു, എന്നിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതായത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ എത്രയേറെ ദൈവിക പ്രമാണങ്ങൾ നന്നായിട്ട് അനുസരിക്കുന്നവരാണ്, നിയമം പാലിക്കുന്നവരാണ്, ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരാണെന്ന് പറയുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. അതിന് കാരണമായിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ഇതാണ്: ദൈവം തൻ്റെ ശാഖകളിൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ട് വെട്ടിയൊരുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നു, നന്നായിട്ട് പെരുമാറുന്നു, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഓരോ സഹനങ്ങളും എന്നുള്ളതാണ് സത്യം. നമുക്ക് ലഭിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും കൂടുതൽ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് യജമാനൻ മുന്തിരിച്ചെടിയാവുന്ന നമ്മെ ഓരോരുത്തരെയും വെട്ടിയൊരുക്കുന്നതിനുള്ള മാർഗമായിട്ട് കണക്കാക്കാൻ പറ്റുക എന്നുള്ളതാണ്. സക്രിയ പുരോഹിതൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ വാർദ്ധക്യത്തിൻ്റെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു അവർക്ക് യോഹന്നാന് വേണ്ടിയിട്ട്, യോഹന്നാൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട്. ഈ ആഗമനകാലത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നതും നമ്മളെല്ലാവരും രക്ഷകൻ്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നൊരു കാലഘട്ടമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷകൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കേണ്ട കാലഘട്ടം. ഈ കാത്തിരിപ്പിനൊരു പ്രത്യേകതയുണ്ട്. സി വി ബാലകൃഷ്ണൻ്റെ ദൈവം പോകുന്ന പാത എന്ന് പറയുന്നൊരു കൊച്ചു കഥയുണ്ട് സി വി ബാലകൃഷ്ണൻ്റെ. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്: അതായത് വളരെയേറെ നിരാശനായി ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പഴയകാല ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ടുകൾ, വിഴുപ്പുകൾ മനസ്സിലൊതുക്കി മരിക്കാനായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് അലച്ചിലുകൾക്ക് ശേഷം ഒരു പുഴയുടെ തീരത്ത് അദ്ദേഹം എത്തുവാണ്. ആ പുഴയുടെ തീരത്ത് അദ്ദേഹം കാണുന്ന ഒരു കാഴ്ച, കത്തിയെരിയുന്ന ഒരു ചിത, ആ ചിതയ്ക്ക് അരികിൽ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ്, കുഴിഞ്ഞ കണ്ണുകൾ, ഉന്തിയ വയറ്, മുഷിഞ്ഞ വേഷം. ആ ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കുട്ടി പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്: അല്ല, എന്തേ വരാൻ വൈകി? ഈ ചെറുപ്പക്കാരൻ ആകെ അതിശയമായി. അവൻ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു: അല്ല മോനെ, ഞാൻ ആരാണെന്ന് കരുതിയ? കുട്ടി വീണ്ടും അയാളോട് ചോദിക്കുകയാണ്:
എനിക്കറിയാം എത്ര നേരമായി ഞാനിവിടെ കാത്തിരിക്കുകയാണ്. എൻ്റെ അമ്മ പറഞ്ഞിരുന്നു എത്ര വൈകിയാലും താങ്കൾ വരുമെന്ന്. വീണ്ടും ഈ ചെറുപ്പക്കാരൻ ആകാംക്ഷയോടുകൂടി ആ കുട്ടിയെ ചോദിക്കുകയും കുട്ടിയുടെ ചോദ്യം ചോദിക്കുകയാണ്, അല്ല ഞാൻ ആരാണെന്ന് കരുതിയാണ് നീ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? പെട്ടെന്ന് എടുത്ത വായയിൽ കുട്ടി മറുപടി പറയാണ്, ദൈവം, അല്ലാതെ ആരാ? എൻ്റെ അമ്മ പറഞ്ഞിരുന്നു ആരുമില്ലാതെ നീ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസരങ്ങളിൽ ദൈവം നിനക്ക് കൂട്ടായിട്ട് വരുമെന്ന്. ഇത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. അവൻ ആ കുട്ടിയെ വാരിയെടുത്ത് ഒറ്റയ്ക്കുള്ള തൻ്റെ യാത്രയിൽ കൂടെ ചേർത്തു. കഥയ്ക്കൊടുവിൽ കഥാകൃത്ത് പറയുന്ന കാര്യം ഇതാണ്: നിരാശയിലും പ്രതീക്ഷയുടെ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ. നിരാശയിലും പ്രതീക്ഷയുടെ വഴിക്കണ്ണുമായിട്ട് കാത്തു നിൽക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വരും ഏതെങ്കിലും ഒരു രൂപത്തിൽ. സത്യത്തിൽ ദൈവത്തിനെ കാത്തിരിക്കുക എന്നുള്ളതും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതുമാണ് ഈ ആഗമനക്കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. നമ്മൾ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്, ബസ്സിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്, കർഷകർ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്, ജീവിതത്തിൽ ഒരു നന്മ വരും എന്നുള്ള പ്രതീക്ഷയാണ്. സത്യത്തിൽ ആ ഒരു കാത്തിരിപ്പാണ് ജീവിതത്തെ പ്രത്യാശപൂർവ്വമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ രക്ഷകന്റെ സാന്നിധ്യത്തിനായിട്ട് കാത്തിരിക്കുന്നത് പോലെ നമുക്കറിയാം, അബ്രാഹത്തിനും സാറയ്ക്കും 90 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു മകനുണ്ടാകുന്നത്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ കാത്തിരിപ്പാണ് കാനാൻ ദേശത്തേക്ക് അവരെത്തിക്കുന്നത്. 38 വർഷം ഒരു കൊളക്കടവിൽ കാത്തിരുന്ന ഒരു തളർവാദ രോഗിയാണ് പിന്നീട് സൗഖ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പിന് ഒരു നല്ല ഒരു അവസാനം ഉണ്ടാകുമെന്ന്, ശുഭപര്യവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനായിട്ടും മടി കൂടാതെ മടുപ്പ് കൂടാതെ കാത്തിരിക്കുവാനുമായിട്ടാണ് ബൈബിളിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാത്തിരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സക്രിയ എലിസബത്ത് ദമ്പതിമാർ അത്രയേറെ വർഷം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ദേവാലയത്തിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നടന്നോളുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ നടന്നോളുന്നില്ല. ബൈബിളിൽ പറയുന്നുണ്ടല്ല, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. എപ്പോൾ കിട്ടും, എപ്പോൾ തുറക്കപ്പെടും, എപ്പോൾ കണ്ടെത്തും, ഇത് വ്യക്തമായിട്ട് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിന് അത്ര അർത്ഥം ഇത്രയേ ഉള്ളൂ: ചോദിക്കുന്നത് കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക, തുറക്കപ്പെടുന്നത് വരെ മുട്ടിക്കൊണ്ടേയിരിക്കുക, കണ്ടെത്തുന്നത് വരെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ ഒരു ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് സത്യത്തിൽ ജീവിതത്തെ കുറേയും കൂടിയൊക്കെ അർത്ഥപൂർണമാക്കുന്നത്. ഈ രക്ഷകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിരാശപ്പെടാതെ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഒരുക്കി കാത്തിരിക്കാൻ കൂടി ഈ ദമ്പതിമാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കൊച്ചു കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഈ ലാറ്റിൻ പാരമ്പര്യത്തിൽ ക്രിസ്മസ് കാലത്തിലേക്കൊക്കെ ഓരോരുത്തർ കടക്കുമ്പോൾ 4 മെഴുതിരികൾ അവർ ഓരോ ആഴ്ചയും കത്തിക്കും. 4 മെഴുതിരികൾ. ആ ഓരോ മെഴുതിരികൾക്കും ഓരോ അർത്ഥമുണ്ട്. ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് ലാറ്റിൻ പാരമ്പര്യത്തിൽ കടക്കുമ്പോൾ ആദ്യം കത്തിക്കുന്ന മെഴുതിരി എന്ന് പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്ന, പ്രതീക്ഷ എന്ന് പറയുന്ന ദൈവിക പുണ്യത്തിൻ്റെ പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് രക്ഷകന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ എന്ന് പറയുന്ന ദൈവിക പുണ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുണ്ട്. അതിൽ വിശ്വാസമുണ്ട്, അതിൽ സന്തോഷമുണ്ട്, അതിൽ ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം ബാബിലോണിയൻ്റെ അടിമത്തത്തിലേക്ക് പോകുമ്പോൾ യെശയ്യാ പ്രവാചകൻ അവർക്ക് നൽകാൻ ശ്രമിക്കുന്നത് തൻ്റെ പ്രവചനത്തിലൂടെ, യഹോവയുടെ പ്രവചനത്തിലൂടെ ഈ പ്രതീക്ഷയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വല്ലാതെ നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കും. ഔദ്യോഗിക പഠനങ്ങൾ കേരളത്തെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ ഒരുവിധം നല്ല ശതമാനം ജനങ്ങളും ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പോലും ഏകദേശം 340ഓളം കുട്ടികൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രോഗം മൂലം ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഒരാൾ വീണു പോകുന്നത് നിരാശ എന്ന് പറയുന്ന പടുകുഴിയിലേക്കാണ്. അങ്ങനെ ഒരു അപകടം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഈ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം, ഉദ്ദേശിച്ചതുപോലെ എല്ലാ ജീവിതം പോകുന്നത്. പക്ഷെ എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. ആ പ്രതീക്ഷയുടെ ഒരു തിരുനാളം, ഒരു മെഴുതിരി എൻ്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട്, കെടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് ഒരു ചെറിയ കച്ച് കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു തവള ഈ പാൽക്കുടത്തിൽ വീണുപോയി എന്ന് തന്നെ പറയണം. 2-3 തവളകൾ വീണുപോയി. പല തവളകളും ആ പാൽക്കുടത്തിൽ മുങ്ങി മരിച്ചു. പക്ഷെ ഒരു തവള മാത്രം പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഈ പാൽക്കുടത്തിൽ കിടന്ന് ഇങ്ങനെ കുടത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കൈയും കാലിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. ഒടുവിൽ ആ പാല് തൈരായി കട്ടയായി. ആ കട്ടയായി കഴിഞ്ഞപ്പോൾ ആ തവള അതിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന കൊച്ചു കഥയുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ
നഷ്ടപ്പെടാതെ, പ്രതീക്ഷ നഷ്ടപ്പെടാതെ അവസാനം വരെ പ്രവർത്തിക്കുക. കൈയും കാലിട്ട് അടിക്കുക. ദൈവം വരും, ദൈവം പ്രവർത്തിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് സഭാപ്രസംഗം പറയുന്നുണ്ടല്ല, എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. നടാനൊരു കാലം, പറിക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം എന്ന് പറയുന്ന പോലെ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച കാലഘട്ടത്തിൽ തന്നെ, സമയത്തിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നോളണമെന്നില്ല. നേരെ മറിച്ച് അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണങ്ങളിൽ ഒന്നാണ്. ഈ ആഗമനകാലത്തിൽ സക്രിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സക്രിയ പ്രവാചകനെടുത്ത് മാലാഖ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്: സക്രിയ, നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രേസുകളിൽ ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ കർത്താവ് നമ്മോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നത് ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഭയം കൂടാതെ ജീവിക്കുക. നമുക്കൊക്കെ പറ്റുന്ന ഒരു അപകടം, നമ്മൾ വളരെ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും. ഭൂകമ്പങ്ങളാകട്ടെ, അല്ലെങ്കിൽ കൊറോണ പോലുള്ള മഹാമാരി ആകട്ടെ, അല്ലെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാകട്ടെ, യുദ്ധങ്ങളാകട്ടെ. ഈ കാലഘട്ടത്തിൽ മാലാഖ പറയാതെ തന്നെ, അല്ലെങ്കിൽ തമ്പുരാൻ പറയാതെ തന്നെ നമ്മുടെ അടുത്ത് പറയുന്ന സന്ദേശം ഇതാണ്: ഭയപ്പെടാതെ ജീവിക്കുക, ഭയപ്പെടാതെ ജീവിക്കുക. ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് ആവർത്തിച്ച് പറയുന്ന കാര്യം ഇത് തന്നെയാണ്: നിങ്ങൾ ഭയപ്പെടരുത്. ദൂതൻ വന്ന് സക്രിയ പ്രവാചകന്റെ അടുത്ത് പറയുന്ന കാര്യം ഇത് തന്നെയാണ്: നീ ഭയപ്പെടേണ്ട. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം, അതിന് പ്രത്യേകതയുണ്ട്. സക്രിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം ഓർത്തു എന്നുള്ളതാണ്. ദൈവം ഓർത്തു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഓർക്കും. ദൈവത്തിന് മറവ് പറ്റത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നമ്മുടെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ദൈവത്തിന് നല്ല ഓർമ്മയുണ്ട്. അത് നമ്മൾ മറന്നു പോകാതിരുന്നാൽ മതി. അപ്പോൾ സക്രിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർത്തു എന്നുള്ളതിനാൽ, മാലാഖ സക്രിയയുടെ അടുത്ത് വന്ന് പറഞ്ഞത് നീ ഭയപ്പെടേണ്ട എന്നുള്ളതിനാൽ അർത്ഥമാക്കുന്ന ഇത്രയാണ്: നിന്റെ ജീവിതത്തിൽ നീ എത്രയേറെ പ്രശ്നങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, കഷ്ടപ്പാടുകളിൽ, ആകുലത്തിലൊക്കെ ഉഴലുന്നവനാകട്ടെ, നീ പേടിക്കേണ്ട, ദൈവം നിന്നെ ഓർക്കും. നീ ഭയപ്പെടേണ്ട, ദൈവം നിന്നെ സഹായിക്കും. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഈ ആഗമന കാലഘട്ടത്തിൽ സന്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം കൂടെയുണ്ട് എന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള ആ പ്രതീക്ഷ കൈവിടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സക്രിയ പുരോഹിതൻ്റെ അടുത്ത് മാലാഖ എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ എനിക്കുള്ള അപമാനം നീക്കി കളയുവാനായിട്ട് കർത്താവ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയേറെ അപമാനം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമുക്കറിയാം, സക്രിയായും എലിസബത്തും മക്കളില്ലാതിരിക്കുക എന്നുള്ള ആ ഒരു സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ഒരു അപമാനം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാലാഖ വന്ന് അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനത്താൽ അപമാനം നീക്കിക്കളയാണ്. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലും ഒക്കെ സംഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ സങ്കടം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ദൈവം പ്രവർത്തിക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ അപമാനം മാറ്റിക്കളയുകയും ചെയ്യും. ഈ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമുക്ക് പ്രശ്നം വരുന്ന കാര്യം ഇതാണ്: ആ കഥയിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ നമ്മൾ വായിക്കുന്നത് സക്രിയ പുരോഹിതൻ മാലാഖയുടെ വാക്കുകളെ അവിശ്വസിക്കുന്നു, അതോടൊപ്പം അവൻ മൂകനായിത്തീരുന്നു. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം. ഒരു അവിശ്വാസത്തിൻ്റെ വിത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, സക്രിയ അദ്ദേഹം ഒരു പുരോഹിതനാണ്, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവനാണ്, ദൈവിക കാര്യങ്ങളിൽ അടുത്ത് ഇടപഴകുന്നവനാണ്. എന്നിട്ടും അവൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച അപകടം ഈ അവിശ്വാസമാണ്. ഈ ഒരു അപകടം നമുക്ക് എപ്പോൾ വേണം സംഭവിക്കാം. നമ്മൾ എത്രയേറെ പള്ളിയിൽ പോകുന്നവരാണ്, കുർബാന സ്വീകരിക്കുന്നവരാണ്, കുമ്പസാരിക്കുന്നവരാണ്, ആത്മീയ കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പക്ഷെ എത്രയേറെ വിശ്വാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നവരാണെങ്കിലും അവിശ്വാസത്തിൻ്റെ ഒരു വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പേറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സക്രിയ പുരോഹിതൻ മാലാഖയുടെ വാക്കിനെ, ദൈവിക വെളിപാടുകളുടെ ചരിത്രവും അതിനെക്കുറിച്ചുള്ള അറിവും മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ടുള്ളവനാണ് പുരോഹിതൻ. എന്നിട്ടും അവനാണ് മാലാഖയുടെ വാക്കിനെ സംശയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയേറെ വിശ്വാസിയാണ് ഞാനെന്ന് പറഞ്ഞാലും ഈ സംശയത്തിൻ്റെ വിത്തുകൾ ചിലപ്പോഴെങ്കിലും എൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടന്നുകൂടിയ പുരോഹിതന് സംഭവിച്ച അപകടം എന്ന് പറയുന്നത് അവൻ മൂകനായിത്തീർന്നു. അവന് മിണ്ടാൻ പറ്റിയില്ല എന്നാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയശാലുവായ വ്യക്തിക്ക് മിണ്ടാൻ അവകാശമില്ല. അവൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവിശ്വാസം കടന്നു വരികയാണെങ്കിൽ നമ്മൾ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ അപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ വെളിപാടുകളും
രഹസ്യങ്ങളും അവൻ്റെ പ്രവൃത്തികളും. അത് തിരിച്ചറിയാനായിട്ട് ഒരു വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് പറ്റണം. മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമാകാം, സാധിക്കുമല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും. തമ്പുരാന് അത് സാധ്യമാണ്. അബ്രാഹത്തിന് കുഞ്ഞ് നൽകിയവനാണ്. അതുമല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് എത്തിച്ചവനാണ്. ഈശോയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയവനാണ് ഈശോ. അപ്പം അസാധ്യമാണ് എന്ന് കരുതുന്നത്, അത് കുഷ്ഠരോഗികളുടെ സൗഖ്യമാകട്ടെ, തളർവാദ രോഗിയുടെ സൗഖ്യമാകട്ടെ, അസാധ്യമാണ് എന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലോടുകൂടി സാധ്യമാണ് എന്ന് വിശ്വസിക്കുക. നേരെ മറിച്ച് അവിശ്വാസത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കാണ്. സക്രിയായ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ള അപകടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ അവിശ്വാസം മൂലം ഉണ്ടാകുന്ന ഗൗരവമേറിയ ചില പ്രശ്നങ്ങളിലേക്ക് വീണു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാനോ വീണു പോകാനോ ഇടയാകാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭയപ്പെടാതെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. 2, സക്രിയായ്ക്കും എലിസബത്തിനും മക്കളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എത്ര നീതിനിഷ്ഠരായിട്ട് എത്ര ആത്മീയതയിൽ നമ്മൾ ജീവിക്കുന്നവരായാലും ചിലപ്പോഴൊക്കെ ചില ദൈവികമായിട്ടുള്ള സഹനം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. അത് പരാതി കൂടാതെ സ്വീകരിക്കാനായിട്ട് ജോബിൻ്റെ സഹനത്തെ പോലെ, അബ്രാഹത്തിൻ്റെ സഹനത്തെ പോലെ, സക്രിയായുടെ സഹനത്തെ പോലെ, എൽക്കാനയുടെയും ഹന്നയുടെയും സഹനത്തെ പോലെ ജീവിതത്തിൽ നമ്മൾ എത്രയേറെ നീതിമാന്മാരാണെങ്കിൽ പോലും ഉണ്ടാകുന്ന സഹനങ്ങളെ പരാതി കൂടാതെ സഹിക്കാനായിട്ട് പറ്റുക. 3, പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ട് പറ്റുക. ഹൃദയത്തിൽ ഒരു തിരി കത്തിച്ച് വെച്ചുകൊണ്ട് രക്ഷകന്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്ന ദൈവിക പുണ്യം നഷ്ടപ്പെടാതെ ജീവിക്കാനായിട്ട് പറ്റുക. ഒടുവിലായിട്ട് മനസ്സിലാക്കുക, അവിശ്വാസത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വേര് പാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെ വല്ലാത്തൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ബോധപൂർവം ആ ഒരു അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കുവാനായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.